അതിലേക്ക് ഇതൊക്കെ നിങ്ങളുടെ സംഭാവനകൾ ചെയ്യാൻ, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട് സഹോദരിയുടെ പേട്രൺ ജേക്കബ് ജോർജ് സർ, അദ്ദേഹം ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ കരവാളൂർ പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയ പ്രസിഡന്റ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഞാൻ മീറ്റിംഗിലേക്ക് ആദ്യമായി വെൽക്കം ചെയ്യട്ടെ. ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കലോത്സവത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളുടെ കഴിവുകളും അവരുടെ വിജയഗാഥകളും ഒക്കെ പുറം ലോകത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ കുട്ടികളിൽ കലയും കഴിവും മാത്രമല്ല, ആത്മവിശ്വാസവും പൊതുവേദികളിൽ പങ്കെടുക്കുവാനുള്ള ധൈര്യവും കൊടുക്കുക എന്നതാണ് കലോത്സവങ്ങളുടെ ലക്ഷ്യം. ഈ പരിപാടിയുടെ പ്രതിഫലനം സമൂഹങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങളിലൂടെയാണല്ലോ അത് എത്തേണ്ടത്. അപ്പോഴാണ് ഇതിന്റെ സമഗ്രത പൂർണ്ണമാകുന്നത്. അതിനായി നിങ്ങളെപ്പോലെ പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകരെ നിങ്ങളുടെ പങ്കാളിത്തം വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ കാഴ്ചകളും ഇതിന്റെ ഇവന്റ്സുകളും എല്ലാം നിങ്ങൾ പൊതുവേദിയിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് സഹോദരിയുടെ പ്രസിഡന്റ് അനിൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് അനിൽകുമാർ ബി. അടുത്ത സഹോദരൻ ജേക്കബ് ജോർജ്. ജേക്കബ് ജോർജ്. സെക്രട്ടറി ഇതൊന്നും തയ്യാറാക്കി പറയുമ്പോഴത്തേക്ക് സാമ്പിളുണ്ടല്ലോ, അത് തരാൻ. എല്ലാ കടയ്ക്കൽ പ്രസ് ക്ലബിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കൊല്ലം ജില്ലാ സഹോദയ ജില്ലയിലെ 30ഓളം CBSE സ്കൂളുകളുടെ കൂട്ടായ്മയാണ്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് AG പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി മേരി. ഈ AG പബ്ലിക് സ്കൂളിലും കടയ്ക്കൽ പ്രദേശത്തും ഒരു ജില്ലയിലെ CBSE സ്കൂളുകളുടെ കലോത്സവം വരുന്നത് ഒരുപക്ഷെ ഇത് ഇതംപ്രഥമമായി. 30ഓളം സ്കൂളുകളിൽ നിന്ന് 3000-ൽ പരം കലാപ്രതിഭകളാണ് 140 ഇനങ്ങളിലായി 5 കാറ്റഗറികളിൽ മത്സരത്തിനെത്തുന്നു. എന്നാൽ അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്നത് 44 ഇനങ്ങളാണ്. അതിന്റെ ഈ കലോത്സവത്തിന്റെ ആദ്യഘട്ടം. ഇതിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് പുനലൂർ കരവാളൂരിലെ ഓക്സ്ഫോർഡ് സ്കൂളിലാണ്. അത് സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ. അവിടെ 100 ഇനങ്ങളിൽ മത്സരം നടക്കും. അപ്പൊ ഈ കടയ്ക്കൽ AG പബ്ലിക് സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ 1500-ൽ പരം കുട്ടികൾ എത്തുന്നുണ്ട്.
ഒരു ദിവസത്തെ പ്രോഗ്രാം ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും കലാപ്രതിഭകൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ കലാലയത്തിൽ വരുമ്പോൾ അതിന്റെ സംഘാടനവും ക്രമീകരണങ്ങളും മികവുറ്റതായിരിക്കണം, വളരെ സിസ്റ്റമാറ്റിക്കും ശാസ്ത്രീയവുമായിരിക്കണം. എൻ ജി പബ്ലിക് സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റും അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല പരിശ്രമത്തിലാണ്. സ്കൂളും ഈ ക്യാമ്പസും ഇവിടുത്തെ പാരന്റ്സും കുട്ടികളും അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്നത്തെ പ്രസ് മീറ്റിനോടനുബന്ധിച്ച് ഈ കടയ്ക്കൽ പ്രദേശത്ത് എല്ലാ ജനങ്ങളിലേക്കും ഈ നടക്കുന്ന പ്രോഗ്രാമിന്റെ പ്രാധാന്യം അല്പം പോലും ചോർന്നു പോകാതെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വിശ്വാസവും ഞങ്ങളിൽ എത്തുന്നു. കാരണം മറ്റ് പലയിടത്തും കാണാത്തതുപോലെ വളരെ ഹാർദമായ, വളരെ സൗഹാർദ്ദമായ ഒരു മാധ്യമ പ്രതിനിധികൾ കാണാൻ കഴിഞ്ഞു. സ്കൂളിനകത്ത് തന്നെ പ്രസ് മീറ്റിന് എല്ലാവരും വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്നു. ഞങ്ങളൊക്കെ അവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാം പുനലൂർ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ കൊല്ലം പ്രസ് ക്ലബ്ബാണ്. അപ്പൊ ഇത് ഈ ഒരു ഹാർമണി, സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മൂല്യങ്ങൾ എത്രത്തോളം ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ പഠനത്തിൽ അത് വളരെയേറെ സ്വാധീനിക്കും എന്നുള്ള കാര്യം പൊതുജനങ്ങളിൽ എത്തിക്കാനും, വിജയിക്കുന്ന കുട്ടികളെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയത്തുള്ളൂ എങ്കിലും പങ്കാളിത്തം കൊണ്ട് മാത്രം കുട്ടികൾക്ക് വിജയത്തിലുള്ള അർഹത നേടുകയാണ്. ആ ഒരു പ്രാധാന്യത്തോടു കൂടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് വളരെ നേരത്തെ തന്നെ പ്രോഗ്രാമിലേക്ക് എത്തി പത്രസമ്മേളനം വിജയിപ്പിക്കാൻ നിങ്ങളെടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏതാ രണ്ടാം ഘട്ടം സെപ്റ്റംബർ 26, 27, 28. ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ കരുവാട്. അത് 26, 27, 28. ഇവിടെ ഓസ്റ്റേ ലൈബ്രറി. മെയിനായിട്ടുള്ള പോയിന്റെല്ലാം പറഞ്ഞു. ഇനി ആവശ്യമുള്ള എല്ലാവർക്കും സ്വാഗതം. ജനറൽ സെക്രട്ടറിയും നമ്മുടെ സഹോദര പേട്ടനും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. നമ്മുടെ ആര്യാരി ഉണ്ട്, അപ്പീലുണ്ട്, അപ്പീൽ സൗകര്യമുണ്ട്. പക്ഷേ നമുക്കത് നമ്മുടെ സഹോദരിയുടെ ഒരു കമ്മിറ്റിയുണ്ട്, അപ്പീൽ കമ്മിറ്റി. അങ്ങനെ വരുന്ന അപ്പീലുകൾ ആ കമ്മിറ്റി പരിശോധിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമ്മുടെ കീഴ്വഴക്കം. നമ്മുടെ മാനുവൽ ഉണ്ട്, മാനുവലിൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ഡ്രോയിങ്, റൈറ്റിംഗ് ഐറ്റംസ് ആണ്. 44 ഐറ്റംസ് ഡ്രോയിങ് ഐറ്റംസ് എല്ലാം, അത് 19 ഐറ്റംസ് ഉണ്ട്. പിന്നെ 24 റൈറ്റിംഗ്സ്, അതായത് പോയട്രി, സ്റ്റോറി, എസ്സേ. അത് 3 ഭാഷകളിലും, ഇംഗ്ലീഷ് ഭാഷ, മലയാളം, ഹിന്ദി, സംസ്കൃത റൈറ്റിംഗ്സ് ഇല്ല. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും സംസ്കാരത്തെ വിളിച്ചോതുന്ന ഉത്സവങ്ങളാണ് സ്കൂൾ തലത്തിൽ തൊട്ട് തുടങ്ങുന്ന യൂത്ത് ഫെസ്റ്റിവൽ. അതിന്റെ ആദ്യഘട്ടമാണ് സ്കൂളിൽ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ
വിന്നേഴ്സ് ആവുന്ന കുട്ടികളാണ് ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒന്നാം ഘട്ടമാണ് 20-ാം തീയതി കടക്കൽ AG സ്കൂളിൽ വെച്ച് നടക്കുന്നത്. രണ്ടാം ഘട്ടം ഓൺ സ്റ്റേജ് പ്രോഗ്രാമാണ് 26, 27, 28 തീയതികളിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. അതിൽ വിന്നേഴ്സ് ആവുന്ന കുട്ടികൾക്ക് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ കഴിയും. അത് ഈ വർഷം നടക്കുന്ന സ്റ്റേറ്റ് മത്സരം നടക്കുന്നത് ആലപ്പുഴ ST സ്കൂൾ ക്യാമ്പസ് വെച്ചാണ്. ഇത് നവംബർ മാസം 3, 4, 5, 6 തീയതികളിലാണ് അത് വെച്ച് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ മാധ്യമ പ്രവർത്തകർക്കായാലും നമുക്കായാലും സ്കൂളിനായാലും കുട്ടികൾക്ക് ഒരു അംഗീകാരവും പ്രശംസയൊക്കെ കിട്ടുന്നത് അവരെ വിന്നേഴ്സ് ആകുമ്പോൾ അവരുടേതായ വാർത്തകൾ പത്രങ്ങളിലൂടെയും ഒക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായും കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനമാകുന്നതാണ്. ഇതിന്റെ പിന്നിലുള്ള ബാക്കിയുള്ള റിസ്കുകളും ചെലവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടുള്ളതായിരിക്കും. അപ്പൊ AG സ്കൂളിൽ രാവിലെ 8 മണിക്ക് എത്തേണ്ട കുട്ടികൾ അവര് കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്ത് നിന്നും രാവിലെ ഏകദേശം ഒരു 4 മണിക്കോ 5 മണിക്കോ തിരിച്ചാൽ മാത്രമേ ഈ പ്രോഗ്രാം ഇവിടെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 8 മണിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ 5 മണിക്ക് ഇരിക്കുന്ന കുട്ടികള് രാവിലെ 2 മണിക്കോ 3 മണിക്കോ അവർ വീട്ടിൽ നടക്കും. അപ്പൊ ആ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ യൂത്ത് ഫെസ്റ്റിവലുകളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് വിഷയം. അതുപോലെ തന്നെ ഓൺ സ്റ്റേജും തന്നെ ഓൺ സ്റ്റേജിൽ പങ്കെടുക്കുന്ന കുട്ടികള് രാവിലെ ഒരു 6 മണിക്കെങ്കിലും സ്കൂളിൽ എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ 2 മണിക്കോ 3 മണിക്കോ അവർ വീട്ടിലും തിരിക്കും. അപ്പൊ മറ്റ് സ്റ്റേറ്റ് സ്കൂളിലെ കലോത്സവത്തിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഗ്രേഡും ഒക്കെ ലഭ്യമാകുന്നു. അപ്പൊ അവർക്ക് അഡ്മിഷനെ ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ CBSE കുട്ടികൾക്ക് അങ്ങനല്ല. യഥാർത്ഥത്തിൽ അവർക്ക് ആ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കള് അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് ആ കലയെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതുകൊണ്ടാണ് അതിൽ കൂടുതൽ പങ്കെടുക്കുന്നത്. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഗ്രേഡോ സംഭവങ്ങളോ കൊടുക്കുന്നെങ്കിൽ തന്നെ അത് മറ്റ് അഡ്മിഷനെ സഹായിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഗവൺമെന്റിനോട് പറയുന്ന ഒരു സംഗതിയാണ്, സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ കലാപരമായിട്ടുള്ള അംഗീകാരവും അവാർഡും ഗ്രേഡും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് കൂടെ അഡ്മിഷൻ കൊടുക്കാൻ സഹായിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഇതിൽ പങ്കെടുക്കുന്ന ഈ കലാപരമായി പങ്കെടുക്കുന്ന ഈ കുട്ടികളെല്ലാം വളരെ മികച്ച നിലയിൽ എത്താറുണ്ട്. സ്റ്റേറ്റിലും ഒക്കെ പോയി വളരെ മികച്ച നിലയിൽ എത്താറുണ്ട്. കലാസാഹിത്യപരമായി യൂണിവേഴ്സിറ്റി മാത്രമല്ല, സ്പോർട്സും അങ്ങനെയല്ല. സ്പോർട്സ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ജില്ലാ ബേസും സ്റ്റേറ്റ് ബേസും ഒക്കെ സ്പോർട്സ് നടത്താറുണ്ട്, സയൻസ് ഫെസ്റ്റ് നടത്താറുണ്ട്. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ ഈ CBSE പോലുള്ള അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാ രംഗത്തും കലാപരമായും സാഹിത്യപരമായും വിദ്യാഭ്യാസ രംഗത്തും ഉയർന്ന നിലവാരം കൊടുത്ത കുട്ടികളാണ്. അപ്പൊ അതിനെ അവരെല്ലാ തലത്തിലുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കലാമേളകൾ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ വാർത്ത ചെയ്യുമ്പം കടക്കിൽ മാത്രമല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞ കൊല്ലത്തുനിന്നും കരുനാഗപ്പള്ളിയിലുള്ള കുട്ടികളെല്ലാം ഉണ്ട്. തീർച്ചയായും അവർക്ക് ഈ വാർത്ത അവിടെയാണ് കിട്ടണം. അപ്പൊ ആ രീതി നമുക്കൊന്ന് വാർത്ത ചെയ്യാൻ സഹായിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രചോദനമാവൂ. ഒരു കുട്ടിക്ക് 7 ഐറ്റമായി പങ്കെടുക്കാൻ പറ്റുമോ? 7 ഐറ്റം. അതിനകത്ത് ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും ഉണ്ട്. അതിൽ വീണ്ടും സ്പെസിഫിക്കേഷൻ വേറെ ഉണ്ടല്ലോ. ഒരു സ്കൂളിലെ ഒരു കുട്ടിക്ക് പങ്കെടുക്കാവുന്ന പരിപാടികളുടെ എണ്ണം 7 മാക്സിമം പരിപാടി. അതിൽ 2 ഗ്രൂപ്പ് ഐറ്റമാണ്, ബാക്കി 5 വ്യക്തിഗത ഐറ്റം. അതിൽ വ്യക്തിഗത ഐറ്റത്തിൽ സ്റ്റേജ് ഐറ്റം 3 ആകാൻ പാടില്ല. 3 സ്റ്റേജ് ഐറ്റം ഇല്ലാത്ത ഒരു കുട്ടിക്ക് 5 വ്യക്തിഗത ഐറ്റത്തിലും പങ്കെടുക്കാം. അതായത് സ്റ്റേജ് ഐറ്റം ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഓഫ് സ്റ്റേജ് ഐറ്റമാണ്. അതായത് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം, അത് 5ലും ആ കുട്ടിക്ക് പങ്കെടുക്കാം.
പക്ഷെ സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ളതിലേ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ ഈ ഓഫ് സ്റ്റേജ് ഇല്ലാത്ത കുട്ടിക്ക് 5 ഓൺ സ്റ്റേജ് ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. സ്റ്റേജ് 3. മൊത്തത്തിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കാവുന്ന ഐറ്റംസിന്റെ എണ്ണം 7. ക്ലിയർ ആയോ? ഒരു കുട്ടിക്കല്ല, മറ്റ് എല്ലാ കുട്ടികൾക്കും കൂടെ ചേർന്ന് പങ്കെടുക്കാം. ഉദാഹരണം ഞാൻ പറഞ്ഞു 144 ഐറ്റംസ് ഉണ്ടെന്ന്. ഈ 144 ഐറ്റത്തിലും ഈ സ്കൂളിലെ കുട്ടികൾ കാണും. ചിലപ്പോ ഇപ്പൊ അന്യം നിന്ന് പോകുന്ന കുറെ കലാരൂപങ്ങളുണ്ട്. ഓട്ടംതുള്ളലിന് മൊത്തം എൻട്രികൾ 3 സ്കൂളേ ഉള്ളൂ. അല്ല, ഈ ചോദ്യം മാധ്യമങ്ങളും കൂടി ഉയർത്തിക്കൊണ്ട് വന്നാലേ അത് ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ഇവിടെ സാർ പറഞ്ഞത് തന്നെയാണ്, നിലവിൽ അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ പരിഗണന കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പോളിസിയാണ്. എന്ന് വിചാരിച്ച് പ്രൈവറ്റ് സ്കൂളിൽ, ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്, CBSE സ്കൂളുകൾ 95% പ്രൈവറ്റ് സ്കൂളാണ്. എല്ലാ CBSE സ്കൂളും പ്രൈവറ്റ് സ്കൂൾ അല്ല. അവിടെയാണ് ഗവൺമെന്റ് പോളിസിയിലുള്ള ഒരു അല്പം വൈകിട്ട് ഗവൺമെന്റ് എന്ന് തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് അത്ഭുതമാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏതാണ്ട് 14 കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതാണ്. CBSE സ്കൂളാണ്. കേരളത്തിൽ 14 ജില്ലയിൽ നവോദയ സ്കൂൾസ് ഉണ്ട്. CBSE സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്, കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സ്കൂൾസ് ആണ്. അപ്പോ അതുപോലെ ഇന്ത്യയിലാകമാനമുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ CBSE സ്കൂൾ എന്ന് കേട്ടാൽ ഉടനെ ഇത് പ്രൈവറ്റ് ആണെന്നൊരു ചിന്തയാണ് പലർക്കും ഉള്ളത്. ശരിയല്ലേ? പ്രത്യേകിച്ചും പൊളിറ്റീഷ്യൻസും ഗവൺമെന്റിനും ഉള്ളത്. ദേവസ്വം ബോർഡുണ്ട്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റിനും ഇതേ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സ്ഥാപനങ്ങളുണ്ട്. അതായത് സെൽഫ് ഫൈനാൻസിങ് എന്നാണ് ഇതിന് മറ്റൊരു പേര്. സെൽഫ് ഫൈനാൻസിങ്. ഇപ്പൊ സെൽഫ് ഫൈനാൻസിങ് ഗവൺമെന്റിന് ദേവസ്വം ബോർഡിന്റെ സ്കൂൾ ഉണ്ട്. അത് ദേവസ്വം ബോർഡിന്റെയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആണ്. അത് സെൽഫ് ഫൈനാൻസിങ് സ്കൂളാണ്. സ്കൂൾ എടുത്താൽ, കോളേജ് എടുത്താൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കോളേജ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 7 or 8 കെയ്പ്പ് എന്ന പേരിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെയ്പ്പ്. പത്തനാപുരത്ത് കോളേജ് ഉണ്ട്, പിന്നെ കോട്ടയത്ത് 2 ഉണ്ട്, കണ്ണൂരുണ്ട്. കെയ്പ്പ് അതിന്റെ ആദ്യഘട്ടമാണ് സ്കൂൾ നടക്കുന്ന യുദ്ധത്തിൽ വിന്യാസമാണ് ഡിജിറ്റൽ കടക്കുന്ന. അതിന്റെ 1ാം ഘട്ടമാണ് 20-ാം തീയതി കടക്കരയിൽ സ്കൂൾ വെച്ച് നടക്കുന്നത്. 2ാം ഘട്ടം ഓൺ സ്റ്റേജ് പ്രോഗ്രാമാണ് 26-28 തീയതി കലവാട് സ്കൂൾ വെച്ച് നടക്കുന്നത്. അതിൽ വിദ്യാഭ്യാസാവുന്ന കുട്ടികൾക്ക് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ കഴിയും. അത് ഈ വർഷം നടക്കുന്ന സ്റ്റേറ്റ് മത്സരം നടക്കുന്ന ആലപ്പുഴ ST സ്കൂൾ ക്യാമ്പസ് വെച്ച് നവംബർ മാസം 3, 4, 5, 6 തീയതികളിലാണ് വർഷം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാധ്യമ പ്രവർത്തകരായാലും നമുക്കായാലും പൂർണ്ണമായാലും കുട്ടികൾക്ക് ഒരു അംഗീകാരവും പ്രശംസയൊക്കെ കിട്ടുന്നുണ്ട്. അവരെ വിദ്യാഭ്യാസമാകുമ്പോൾ അവരുടേതായ വാർത്തകൾ പത്രങ്ങളിലൂടെ ലഭ്യമാവുന്നു. തീർച്ചയായും കുട്ടികൾക്ക് എല്ലാവരും പ്രചോദനമാവുന്നതാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള വസ്തുക്കളും ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ AG സ്കൂളിൽ രാവിലെ 8 മണിക്ക് എത്തേണ്ട കുട്ടികൾ അവർ കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്ത് നിന്നും രാവിലെ ഏകദേശം ഒരു 4 മണിക്കോ 5 മണിക്കോ തിരിച്ചാൽ മാത്രമേ ഈ ഡ്രോയിലൂടെ പങ്കെടുക്കാൻ പറ്റുള്ളൂ.
അവിടെ 5 മണിക്ക് ഇരിക്കുന്ന കുട്ടികൾ 2 മണിക്കോ 3 മണിക്കോ വീട്ടിൽ. അപ്പം ആ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ യൂത്ത് ഫെസ്റ്റിവലുള്ള കൂട്ടുകാർക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഓൺ സ്റ്റേജിൽ തന്നെ ഓൺ സ്റ്റേജിൽ പങ്കെടുക്കുന്ന കുട്ടികൾ രാവിലെ ഒരു 6 മണിക്കെങ്കിലും കൂടിയായിരിക്കും. എത്താൻ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ 2 മണിക്കോ 3 മണിക്കോ വീട്ടിൽ. അപ്പം മറ്റ് സ്റ്റേറ്റ് സ്കൂളിലെ കലോത്സവത്തിന് വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രേഡും ലഭ്യമാണ്. അപ്പോൾ അവർക്ക് അഡ്മിഷനെ ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാണ്. നമ്മുടെ CBSE കുട്ടികൾക്ക് അങ്ങനല്ല. യഥാർത്ഥത്തിൽ അവർക്ക് ആ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കൾ അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ച് ആ കലയെ ഇഷ്ടപ്പെടുന്നവർ ഇതുകൊണ്ടാണ് അതിൽ കൂടുതൽ പങ്കെടുക്കുന്നത്. കുട്ടിയായിട്ട് ഗ്രേഡോ സംഭവങ്ങളോ കൊടുക്കുന്നതിന് തന്നെ അത് മറ്റ് അഡ്മിഷനെ സഹായിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനോട് പറയുന്നത് സംഗതിയാണ് സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന കലാപരമായിട്ടുള്ള അംഗീകാരവും അവാർഡും ഗ്രേഡും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് കൂടെ അഡ്മിഷൻ കൊടുക്കാൻ സഹായിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഇതിൽ പങ്കെടുക്കുന്ന ഈ കലാപരമായി പങ്കെടുക്കുന്ന ഈ കുട്ടികളെല്ലാം വളരെ മികച്ച നിലയിൽ എത്താറുണ്ട്. സ്റ്റേറ്റും ഒക്കെ പോയി വളരെ മികച്ച നിലയിൽ എത്താറുണ്ട്. അത് കലാസാഹിത്യപരമായി ഈ വീഡിയോസ് മാത്രമല്ല സ്പോർട്സിന് നടത്തുന്നുണ്ട്. എല്ലാ ബേസിക് സ്റ്റേറ്റ് ബേസ് ഒക്കെ സ്പോർട്സ് നടത്താറുണ്ട്, സയൻസ് ഫെസ്റ്റ് നടത്താറുണ്ട്. അവിടെല്ലാം നമ്മുടെ CBSE പോലുള്ള അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാ രംഗത്തും കലാപരമായി സാഹിത്യപരമായി വിദ്യാഭ്യാസ രംഗത്തുള്ളത് ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അതിനെ അവരെല്ലാ തലത്തിലുള്ള കഴിവുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കലാമേളകൾ. നമ്മുടെ ഈ വാർത്ത ചെയ്യുമ്പം കണക്കിൽ മാത്രമല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞ കൊല്ലത്തുന്ന കരുതാപ്പിലുള്ള കുട്ടികളെല്ലാം ഉണ്ട്. തീർച്ചയായും അവർക്ക് ഈ വാർത്ത അവിടെ കിട്ടണം. മാനേജ്യം നമുക്ക് വാർത്ത ചെയ്യാൻ സഹായിക്കണം. എനിക്ക് മാത്രമേ അവർക്ക് പ്രധാനമാകുന്നത്.